വാർത്തയിലേക്ക് വിശദമായി നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ. മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം പൊളിച്ചാണ് പോലീസിന്റെ അതിവേഗ നടപടി. വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് 10:30യോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിൽ എത്തിക്കും. അതിനിടെ നടി ഹണി റോസ് എറണാകുളം CJM കോടതിയിൽ രഹസ്യമൊഴി നൽകി. ഡാനി പോൾ ഉണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. ഡാൻ, അല്പസമയത്തിനകം കൊച്ചിയിൽ എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അതിനുശേഷം കടക്കുമെന്നാണോ മനസ്സിലാക്കുന്നത്? രേണുക, അങ്ങനെ തന്നെയാണ്. കാരണം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങും. മാത്രമല്ല, ഈ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളുമല്ല ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഭാരതീയ ന്യായ സംഹിത 75 പ്രകാരവും അതോടൊപ്പം തന്നെ IT ആക്ട് 67 പ്രകാരവുമാണ് നിലവിൽ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ ഹണി റോസ് എറണാകുളം CJM കോടതി, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ രഹസ്യമൊഴി നൽകിയിരിക്കുന്നു എന്നതും വന്നിരിക്കുന്നത്. നേരത്തെ ഹണി റോസിൽ നിന്ന് മൊഴിയെടുക്കുക എന്നതായിരുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കുക എന്നതായിരുന്നു തീരുമാനിച്ചിരുന്നെങ്കിൽ, എന്നാൽ അത് മാറിയിരിക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹണി റോസ് മജിസ്ട്രേറ്റ് മുൻപാകെ ചെന്ന് രഹസ്യമൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കൂടുതൽ ഈ കേസ് ഗൗരവതരമാകുന്നു എന്നതിന്റെ വളരെ നേരിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ്. കാരണം ഈ കേസിന്റെ വകുപ്പുകൾ മാറാനുള്ള, കൂടുതൽ വകുപ്പുകൾ വരാനുള്ള സാധ്യതയുമുണ്ട്. നേരത്തെ ഹണി റോസിന്റെ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ സംസാരിച്ചപ്പോഴും അത്തരം കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. കാരണം നിലവിലുള്ള ഈ വകുപ്പുകൾ പ്രകാരം കോടതിയിലേക്ക് എത്തുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. നേരത്തെ BNS 75 IT ആക്ട് 67 എല്ലാം പറയുമ്പോൾ അത് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളല്ല. എങ്കിൽ കൂടിയും കോടതിയിലെത്തുമ്പോൾ ചില പ്രതീക്ഷകൾ അവർ ബാക്കി വെച്ചിരുന്നു. പക്ഷേ ഈ രഹസ്യമൊഴി കൂടി വരുമ്പോൾ ഏതെല്ലാം വകുപ്പുകൾ കൂടി ഇനി കൂടുതൽ വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് ഇനി എന്തെല്ലാം വകുപ്പുകൾ ഇതിനൊപ്പം ചേർക്കുമെന്നുള്ള കാര്യവും നിൽക്കുന്നു. കാരണം അവർ നൽകിയിരിക്കുന്ന മൊഴിയുടെ സ്വഭാവം അത് ഏത് രീതിയിലുള്ളതാണ് എന്നതടക്കം, അതിന്റെ ഉള്ളടക്കമടക്കം പിന്നീട് വ്യക്തമാവുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂർ ഇവിടെ എത്തിക്കാനുള്ള സാധ്യതയാണുള്ളത്. നിലവിൽ കളമശ്ശേരി കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തിരിക്കുന്നു. കാരണം നിലവിൽ വലിയ ട്രാഫിക് ബ്ലോക്കുള്ള ഒരു ഗതാഗത തടസ്സമുള്ള ഒരു മേഖലയാണെങ്കിലും കണ്ടെയ്നർ റോഡ് വഴി വളരെ എളുപ്പത്തിൽ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ നമ്മളെല്ലാവരിലുമുണ്ട്. ഇവിടെ പോലീസ് സംവിധാനങ്ങൾ അതനുസരിച്ച് ഇവിടെ മാധ്യമപ്രവർത്തകർ വലിയ സുരക്ഷയൊക്കെ ഒരുക്കിയാണ് ബോബി ചെമ്മണ്ണൂരിനെ അവിടെ നിന്ന് പോലീസ് പിടികൂടിയത്. അതിനുശേഷം ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തുകയാണ്. ഈ സ്റ്റേഷൻ എവിടെയാണ് കൊണ്ടുവരുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കുറേയധികം ആളുകളെ കാണാം. ഈ എന്ത് ചെയ്താലും ഫാൻസിനെ കിട്ടുന്ന നാടാണല്ലോ നമ്മളുടേത്. ബോബി ചെമ്മണ്ണൂർ ഫാൻസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? അവരുടെ അങ്ങനെ ആരെങ്കിലും അവിടെ തമ്പടിച്ചിട്ടുണ്ടോ? ഏത് വിധത്തിലുള്ള സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്? രേണുക, നിലവില് ബോബി ചെമ്മണ്ണൂരിനെ, അതായത് അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന, നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഈ സോഷ്യൽ മീഡിയ അടക്കം കൈകാര്യം ചെയ്ത് അങ്ങനെ കുറച്ച് പേര് ഇവിടെ അല്പം മുമ്പ് എത്തിയിരുന്നു. എങ്കിലും ഈ ബോബി ചെമ്മണ്ണൂർ ഫാൻ ബേസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇതൊന്നും അനുകൂലിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വകുപ്പുകളും കാര്യങ്ങളും. അതുകൊണ്ട് അങ്ങനെ പ്രത്യക്ഷത്തിൽ അനുകൂലിച്ചുകൊണ്ടുള്ളൊരു പ്രകടനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെയില്ല. എങ്കിലും മാധ്യമങ്ങളുടെ ഒരു വലിയ സംഘം തന്നെ ഇവിടെയുണ്ട്. ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്, രാവിലെ മുതൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടത്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് കുറെ അധികം പേർ രാവിലെ മാധ്യമങ്ങളിൽ നിറയുന്ന ഈ വാർത്തകൾ കണ്ടുകൊണ്ട് ഈ വഴിപോക്കരായാലും മറ്റ് സമീപവാസികളായാലും ഈ പരിസരത്തേക്ക് എത്തുന്നുണ്ട്. അതൊരു പരസ്യ പ്രകടനമോ കാര്യങ്ങളോ ഒന്നും തന്നെയുള്ള രീതിയിലല്ല. നിലവിൽ കൂടുതൽ പോലീസ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് ഈ ബോബി ചെമ്മണ്ണൂർ അടക്കം ഇവിടേക്ക് പോലീസ് വാഹനം ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്തരമൊരു പ്രതീക്ഷയിൽ തന്നെ ഇവിടെ ഈ പരിസരത്തേക്ക് ആളുകൾ കൂടുന്നുമുണ്ട്. എന്തായാലും ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ അതിവേഗമുള്ള നീക്കമാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ നടത്തിയിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വേഗത്തിലുള്ള നീക്കം നടന്നു എന്നതാണ്. ഇന്ന് പുലർച്ചെ തന്നെ ഈ സംഘം വയനാട് എത്തുകയും അതോടൊപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കൃത്യമായി ട്രാക്ക് ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകുവാനും സാധിച്ചു. നമ്മൾ നേരത്തെ ലഭ്യമാക്കിയ ദൃശ്യങ്ങളെല്ലാം തന്നെയുണ്ട്. അത് എസ്റ്റേറ്റിൽ നിന്ന് തിരികെ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഈ അന്വേഷണ സംഘം ആ വാഹനത്തിന് കുറുകെ എത്തുക, അവിടെ നിന്ന് ഇറക്കി സ്വന്തം വാഹനത്തിൽ പോകണമെന്ന് അവരോട് വാശി പിടിച്ചു. എങ്കിലും അത് അനുവദിച്ചില്ല. അതിന് ഒരു സാധ്യതയുമില്ല എന്ന് അവർ ബോധ്യപ്പെടുത്തുകയും ചെയ്തു.
തുടർന്ന് പോലീസ് വാഹനത്തിലേക്ക് മാറ്റുകയും എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനെല്ലാം തന്നെ കണ്ടതാണ്. ഇപ്പോൾ ഇവിടേക്ക് പോലീസ് വാഹനം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടേക്ക് വൈകാതെ അവരും ബോബി ചെമ്മണ്ണൂരുമായുള്ള വാഹനം വൈകാതെ എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.